ഇപ്പോൾ അലക്സ് റാം മുഹമ്മദ് നാഗർകോവിലിൽ നിന്ന് ചേരുന്നുണ്ട്. അലക്സ്, കേരള പോലീസ് സംഘം അവിടെ നിന്ന് നേരത്തെ തിരിച്ചിരുന്നു ചെന്നൈയിലേക്ക്. അവർക്ക് ചെന്നൈയിൽ ഇപ്പോൾ എത്ര സമയമെടുക്കും ചെന്നൈയിലെത്താൻ? അവിടെ കേരള പോലീസ് എത്തിയെങ്കിൽ മാത്രമേ അവിടെ നിന്നുള്ള കൂടുതൽ CCTV പരിശോധിച്ച് ആ കുട്ടി എവിടേക്കാണ് പോയത്? ബംഗളൂരുവിലെ സഹോദരൻ്റെ വീട്ടിലെ അടുത്തേക്കാണോ പോയത്, അതല്ല അസമിലേക്കാണോ പോയത്, അതല്ല ചെന്നൈയിൽ തന്നെ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കാൻ കഴിയുക. അപ്പോൾ എന്തായിരിക്കും പോലീസിന്റെ അടുത്ത നീക്കം? അവർ എപ്പോഴെത്തും? ഇതിന് സമാന്തരമായി അസമിലേക്കും ഒരു സംഘം പോകുന്നു എന്നൊക്കെ ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്താണ് അലക്സ് പുതിയ വിവരങ്ങൾ? വിജയകുമാർ, നിലവിൽ അസമിലേക്ക് പോകുന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. പോലീസ് ആ ഒരു സ്ഥിരീകരണത്തിലേക്ക് കടന്നിട്ടില്ല. പക്ഷേ പോലീസ് സംഘം കഴക്കൂട്ടത്ത് നിന്ന് 5 പേരടങ്ങുന്ന പോലീസ് സംഘം, അതിലൊരു ഉന്നത ഉദ്യോഗസ്ഥനടക്കമുണ്ട്, അവർ ചെന്നൈയിലേക്ക് തിരിച്ചിട്ടുണ്ട്. മനസ്സിലാക്കുന്നത് ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 9 മണിക്കൂർ പരമാവധി അതിനുള്ളിൽ അവർക്ക് എത്താൻ സാധിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് അവരുടെ യാത്രയുടെ സ്വഭാവം അനുസരിച്ച് കണ്ടറിയണം. എന്താണെങ്കിലും അവരവിടെ എത്തിയതിന് ശേഷമായിരിക്കും കൂടുതൽ ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച പരിശോധന നടക്കുക. ചെന്നൈ റെയിൽവേ സ്റ്റേഷനിലെ ഒപ്പം ഈ കുട്ടി ഇറങ്ങാൻ സാധ്യതയുള്ള പ്ലാറ്റ്ഫോം കേന്ദ്രീകരിച്ചുള്ള പരിശോധന, ഒപ്പം പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പരിശോധന, ഇനി ആസാമിലേക്ക് ട്രെയിൻ കയറിയിട്ടുണ്ടെങ്കിൽ ആ ഇടം ആ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട പരിശോധന, ഇത്രയുമാണ് തൽക്കാലം ഉദ്ദേശിക്കുന്നത്. അതല്ല, ഇനി കുട്ടി ബാംഗ്ലൂരിലേക്ക് സഹോദരൻ്റെ അടുത്തേക്ക് പോകാനുള്ളൊരു സാധ്യത കൂടി പോലീസ് കാണുന്നുണ്ട്. ആ തരത്തിലുള്ള പരിശോധന കൂടി പോലീസ് നടത്തുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കന്യാകുമാരിയിൽ നേരത്തെ ഉണ്ടായിരുന്ന പോലീസ് സംഘം കുറച്ച് സമയം കൂടി അവിടെ തുടരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം അവർ കഴക്കൂട്ടത്തേക്ക് മടങ്ങും. രണ്ടാമതൊരു സംഘം കൂടി എത്തിയിരുന്നു. ആ സംഘമാണ് സത്യത്തിൽ ഈ അന്വേഷണത്തിൻ്റെ പുതുതായി വന്ന ലീഡ്, അതായത് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായ ലീഡ് കണ്ടുപിടിച്ചത് അവരായിരുന്നു ഈ CCTV ദൃശ്യങ്ങൾ, പാറശാലയ്ക്ക് ഇപ്പുറമുള്ള CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയത് ആ 4 സംഘമാണ്. കഴക്കൂട്ടത്തു നിന്നുള്ള പോലീസ് സംഘമാണ്. ആദ്യം അവർ പാറശാലയ്ക്ക് ഇപ്പുറത്ത് കുഴിത്തുറയുള്ള റെയിൽവേ സ്റ്റേഷനിൽ പരിശോധന നടത്തി. അത് കഴിഞ്ഞ് ഇരണിയിൽ പരിശോധന നടത്തി. അതിനുശേഷമായിരുന്നു നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷൻ, നാഗർകോവിൽ ജംഗ്ഷൻ കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടത്തുന്നത്. ആ പരിശോധനയിലാണ് ലീഡ്, അതുവരെ നമുക്ക് ലഭിക്കാതിരുന്ന, വാലും തുമ്പിൽ ലഭിക്കാതിരുന്ന ഈ അന്വേഷണത്തിനോട് ലീഡ് ലഭിച്ചത്. ആ അന്വേഷണത്തോടു കൂടിയായിരുന്നു. അവിടെയാണ് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ ഈ കുട്ടി ഇറങ്ങി, ദാഹിച്ചിരുന്ന കുട്ടി ഈ ടാപ്പിൽ നിന്ന് വെള്ളമെടുത്ത്, അത് ഒരു കുപ്പിയിൽ വെള്ളമെടുത്തതിന് ശേഷം വീണ്ടും തിരിച്ച് ട്രെയിനിലേക്ക് കയറുന്ന ദൃശ്യം വന്നത് അവിടെ നിന്നാണ്. അത് ഏതാണ്ട് 3:06 കൂടിയാണ് ടൈം കോഡ് കാണിക്കുന്നത്. അതിനുശേഷം 3:53 കന്യാകുമാരിയിലും സമാനമായ ദൃശ്യമുണ്ട്. കാരണം ഈ ദൃശ്യങ്ങളുടെ സ്വഭാവം ഏറെക്കുറെ സമമായിരുന്നു. കാരണം ഒന്ന് വിദൂരതയിൽ നിന്നുള്ള ദൃശ്യമായിരുന്നു. കുട്ടിയുടെ മുഖം വ്യക്തമല്ല, പക്ഷേ കുട്ടിയുടെ വസ്ത്രം കൃത്യമായി അറിയാം. ആ വസ്ത്രം കൃത്യമായി എങ്ങനെ അറിഞ്ഞു എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ബബിത നമുക്കെടുത്ത് അയച്ചു തന്ന ദൃശ്യമാണ്. നമ്മുടെ വാർത്ത കണ്ട് ബബിത കഴിഞ്ഞ ദിവസം എടുത്ത ആ ഫോട്ടോയാണ്. ആ ഫോട്ടോയിൽ കുട്ടി ധരിച്ചിരുന്നത്, 13 വയസ്സുകാരി ധരിച്ചിരുന്നത് പിങ്കും പീച്ചും കലർന്ന വസ്ത്രമാണ്. ആ വസ്ത്രമാണ് പോലീസ് തിരിച്ചറിഞ്ഞത്. അത് കുട്ടിയാണ് എന്ന സ്ഥിരീകരണം പോലീസ് നടത്തുന്നതും അങ്ങനെയാണ്. അത് കന്യാകുമാരിയിൽ നിന്നും തിരിച്ചറിയുകയായിരുന്നു. അതിനർത്ഥം കുട്ടി കൃത്യമായി കന്യാകുമാരിയിൽ നിന്നും ചെന്നൈയിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ്. കാരണം പുറത്തെവിടെയും അത്തരം ദൃശ്യങ്ങൾ ലഭിച്ചിട്ടില്ല. കന്യാകുമാരിയിൽ റെയിൽവേ സ്റ്റേഷന് പുറത്ത് നിന്ന് കുട്ടിയുടെ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടില്ല. പോലീസ് ബീച്ച് റോഡും ബീച്ചും ഒക്കെ കേന്ദ്രീകരിച്ച പരിശോധന നടത്തിയിരുന്നു. അവിടെ നിന്നൊന്നും അത്തരം ഒരു സൂചനയും ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചെന്നൈയിൽ എത്താനുള്ള സാധ്യത അവർ തിരിച്ചറിഞ്ഞതും ചെന്നൈയിലെത്തി എന്ന ഈ ഘട്ടത്തിൽ അവിടുത്തെ CCTV ദൃശ്യങ്ങളിൽ നിന്നടക്കം RPF കണ്ടെത്തിയെന്ന് മനസ്സിലാക്കുന്നത് ആ ഘട്ടത്തിലാണ്. ഇനി അടുത്ത, അതായത് ചെന്നൈയിൽ നിന്നിറങ്ങി കുട്ടി ഗുവാഹട്ടിക്ക് പോയി, അതായത് ആസാമിലേക്ക് പോയിട്ടുണ്ടോ, ബാംഗ്ലൂരിലേക്ക് പോയിട്ടുണ്ടോ തുടങ്ങിയ അന്വേഷണമാണ് ഇനി നടക്കാനുള്ളത്. അതിന് കേരള പോലീസിൻ്റെ ഈ സംഘം, കഴക്കൂട്ടത്തു നിന്നുള്ള ഈ സംഘം അവിടെ എത്തണം. അവിടെ എത്തിയതിനു ശേഷം മറ്റ് കൂടുതൽ ദൃശ്യങ്ങൾ കൂടി ശേഖരിച്ച് മറ്റ് കൂടുതൽ മൊഴി കൂടി രേഖപ്പെടുത്തി, അതായത് തമിഴ്നാട് പോലീസിൻ്റെ കൂടി സഹായം അതിനുണ്ടാകും, തമിഴ്നാട് RPFൻ്റെ കൂടി സഹായം അതിനുണ്ടാകും. കുട്ടി ആരെങ്കിലും ഈ റെയിൽവേയിൽ തന്നെ റെയിൽവേ ജീവനക്കാരോ അല്ലെങ്കിൽ ശുചീകരണ ജീവനക്കാരോ ആരെങ്കിലും കുട്ടിയെ കണ്ടോ, മറ്റെവിടെയെങ്കിലും വെച്ച് കുട്ടിയെ കണ്ടോ എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ ചോദിച്ചറിയും. അതിനുശേഷമായിരിക്കും കുട്ടിയുടെ സഞ്ചാരപാത അതെങ്ങോട്ടേക്കാണ് എന്നുള്ളത് അവർ നിർണ്ണയിക്കുക. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. കേരള പോലീസ് ചെന്നൈയിലേക്ക് ഉടൻ എത്തും. അവരെത്തിയ ശേഷമായിരിക്കും അവിടെയും തുടർ നടപടികൾ ഉണ്ടാകുക.